ഫ്രണ്ട്സ്, ടിഎ ഫാമിലി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഏട്ടന്റെ അനിയന്റെ കുട്ടീന്റെ ബർത്ത്ഡേ ആയിട്ട് നാളെ. അപ്പൊ ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അതിന്റെ ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളെന്താ വാങ്ങണ കുഞ്ഞാവയ്ക്ക്? ഊഞ്ഞാലോ? സൈക്കിളോ? നിനക്ക് വേണോ സൈക്കിള്? കണ്ണപ്പിന് ചെറിയ വണ്ടിയുണ്ട്. കണ്ണപ്പിന് കണ്ണാപ്പിന് ചെറിയ വണ്ടിയുണ്ട്. അവിടെ ചെന്നാ നമ്മള് കണ്ണാപ്പിക്കുന്നാവൂല ഇപ്പൊ വാങ്ങുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ കടയിലെത്തിയിട്ടുണ്ട്. നല്ല മഴയാണ് കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് നമ്മൾ കടയിലെത്തിയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം നമ്മൾ എന്താണ് വാങ്ങിക്കാൻ പോകുന്നതെന്ന്. കടയിലെത്തിയപ്പോൾ രണ്ടാളെ സ്വഭാവമായിട്ട് രണ്ടാൾക്ക് ഏതേതാ എടുക്കേണ്ടതെന്നുള്ളതായി. അവർ രണ്ടാളും പിന്നെ കുട്ടീനെ മറന്നാണ്ട് അവർക്കുള്ളത് ഓരോന്ന് തരയിൽ തുടങ്ങിട്ടോ. ഓടിക്ക് ഓടിക്ക് ഓടിക്ക്. അത് തിരിക്കാൻ പറ്റത്തേ. ചവിട്ട്. ദേവുട്ടൻ്റെ സൈക്കിളിൻ്റെ സീറ്റ് പൊട്ടിയിട്ട് അപ്പോൾ അത് അവന് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ കുറേ നേരമായിട്ട് ഇങ്ങനെ ഒരു സൈക്കിൾ നോക്കുന്നുണ്ട്. എന്തായാലും കട വരെ വന്നല്ലോ. അപ്പോൾ അവന് കറക്റ്റായിട്ടുള്ള സൈക്കിൾ ഉണ്ടോ നോക്കും കൂടിയും ചെയ്തിട്ടോ. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകണ്ട്. ഇപ്പം അവന് വാങ്ങിച്ചിട്ടില്ല. സൈക്കിൾ വാങ്ങി നമ്മളെങ്ങോട്ട് പോണേ? ചിറ്റേക്കാ പോണേ. ചിറ്റേക്ക് പോവാം. അമ്മമ്മേന്റെ അടുത്തേക്ക് പോവാം. എന്താണ് മോളെ, എനിക്ക് ചിറ്റേക്ക് പോയാൽ മതി. പിന്നെ നിനക്ക് എങ്ങോട്ട് പോകേണ്ടത് ഇഷ്ടം? കാവുങ്ങക്ക് പോണ്ട. അവിടെ ആരാ ഉള്ളത്? അവിടെ ആരുമില്ല. അതിന് ചിറ്റയില് അമ്മമ്മയും അച്ചച്ചിയും ഒക്കെ അല്ലേ, നന്ദു പൊന്നു എല്ലാരും ഉണ്ട്. പിന്നെന്താ പ്രശ്നം? ഉണ്ണിമാമിയും കണ്ണമാമിയും എല്ലാരും ഉണ്ട്. നമുക്ക് ചിറ്റേക്ക് പോട്ടോ. എന്തേ വാവയോ? പെൺകുട്ടിയാണ്. വാവുണ്ടോ? അതാണ് വിശക്കുണ്ടോ? അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിതാ കടയുടെ മുമ്പിലെത്തിയാൽ നമുക്ക് വിശക്കും. ഇതേമാതിരി ലേറ്റ് ആയിട്ട് അതിന് കട കണ്ട അപ്പൊ വിശക്കും. അവിടെ എന്താ മോളെ? ബോസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടേ. ഇവിടുത്തെ കട അങ്ങോട്ട് മാറ്റിയതാണോ? കടകളല്ലേ, ഈ കടകൾ കൂടുന്നതനുസരിച്ച് നമുക്ക് ഇവിടെ എന്തൊക്കെ കൂടും. ഹോസ്പിറ്റലിലും പോകും. കൂടുതൽ മാത്രം നിങ്ങൾ എല്ലാ കടയിലും നോക്കിയാൽ എവിടെയെങ്കിലും ആൾക്കാരില്ലാത്ത എല്ലാത്തിനും തിരക്ക്, ഫുള്ള് തിരക്ക്. ഇത് കൂടെ വേണേ ഭയങ്കര മോശം. തിരിച്ചു പോവാട്ടോ. കറത്തേരിമന്ന് അങ്ങോട്ട് എത്തിയാൽ നമ്മളെ നാട് പെട്ടെന്ന് അറിയും കേട്ടോ. അപ്പൊ നമ്മള് ഇത് കൂടെ പോവാറ്. നമുക്ക് ഓർമ്മയുള്ള കാലം അതങ്ങനെയുണ്ട്. ഞാൻ ഇപ്പോ 10-27 വർഷമായി ഞാൻ ഉണ്ടായെന്ന് മുതലേ അങ്ങനെ തന്നെ. ഏട്ടനും അതെ, 10-13 വയസ്സായി കേരളം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ ഉള്ളി നന്നാക്കാൻ നാളത്തേക്ക് വേണ്ട ഉള്ളിയൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്. ഓരോരുത്തർ ഓരോ തിരക്കിലാണ്. എടുക്കണ്ടോ? കൊള്ളൊന്നുമില്ല. എത്ര മിനിറ്റ് വേവിക്കണം? അതുകൂടി പറഞ്ഞു കൊടുക്ക്. നാളത്തെ പരിപാടിക്ക് നെയ്ച്ചോറും കടായിയാണ് കേട്ടോ. അപ്പോൾ നാളെ കുട്ടീനെ നാളെ വരുന്നത് കൊണ്ട് കുട്ടിക്ക് കുറച്ച് സദ്യയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് കുട്ടികൾക്കുള്ള ചോറും കൂടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ എല്ലാവരും ഫുള്ള് തിരക്കിലാട്ടോ. അടുക്കളയിൽ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കാണ്. അപ്പോൾ വെക്കുന്ന ആൾ എത്തിയിട്ടില്ല. അപ്പോൾ അവരെത്തിയിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാൻ. പിന്നെ ബാക്കിയുള്ള കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇവിടെ ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബലൂണൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ചിലതൊക്കെ പൊട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹീറോ കണ്ണാപ്പി. ബലൂണിന് വേണ്ടിയിട്ട് കച്ചറ ഉണ്ടാക്കുകയാണ് കേട്ടോ. അവനെ ആ കൂട്ടത്തിലിടാനാണ് അവന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തല്ലുണ്ടാക്കുകയാണ്.
രാവിലെ നല്ല മഴ നിന്നിട്ട് അപ്പോൾ എല്ലാം പരിപാടിയൊക്കെ കുടുങ്ങുന്നു, എല്ലാവരും വരുമ്പോൾ ആകെ ചളിപ്പിളിയാവും എന്ന് വിചാരിച്ചിട്ടോ. പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, നല്ലൊരു കാലാവസ്ഥ തന്നെ ഒന്ന് കിട്ടി. അപ്പോൾ അതാ ഏട്ടനും സുബേട്ടനൊക്കെ ഇവിടെ ഭയങ്കര തിരക്കിലാണ്. സെൽഫി എടുക്കുന്നത് ഈ സാധനം അറിഞ്ഞോ പോയിട്ടോ അല്ല അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. മറ്റൊരു വീട്ടിൽ കാണുന്നത്. ടാറ്റ ബൈ ബൈ, സീ യു.